നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിൽ ചെന്ന് അവരുടെ മൈതാനത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ 1-1 സമനില നേടി മികച്ച ഒരു പോയിൻ്റ് നേടി കേരള ബ്ലാസ്റ്റേഴ്സ് 4 തുടർ പരാജയങ്ങളിൽ നിന്നും തിരിച്ച് വന്നിരിക്കുകയാണ്. എന്തായാലും അവർക്ക് ഈസ്റ്റ് ബംഗാൾ ഒരു പെനാൽറ്റിയിലൂടെ ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടി അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാം എന്ന് കരുതിയതിടത്താണ് അവസാന പകുതിയിൽ, അതായത് ഇഞ്ചുറി ടൈമിൽ അജ്സലിൻ്റെ മികച്ച ഹെഡർ ഗോളിലൂടെ അതിന് മുൻപിൽ അവർക്ക് തല കുനിക്കേണ്ടി വന്നു. ഈസ്റ്റ് ബംഗാളിൻ്റെ ശക്തമായ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനെതിരെ ഒരു ഡിഫൻസ് ഗെയിം കളിക്കും എന്ന് പ്രതീക്ഷിച്ചിടത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല അറ്റാക്കിംഗ് ഗെയിമാണ് ഇന്ന് കളിച്ചത്. പ്രതീക്ഷിച്ച ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ച ഒരു സമീപനമല്ല ഇന്ന് കണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ഒരു ഭയമില്ലാതെ കൂളായി കളിച്ച് മികച്ച ഒരു സമനില തന്നെയാണ് നേടിയത്. എന്തായാലും ഒരു ഫോറിൻ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് വിക്ടർ ബർത്തോമ്യു ഇന്ന് കളിച്ചില്ല. അദ്ദേഹത്തിന് ഇല്ലാതെ ഇരുന്നിട്ടും അജ്സലിനോട് ഈസ്റ്റ് ബംഗാളിനെതിരെ, അതായത് ശക്തമായ എന്തായാലും തോൽവി പ്രതീക്ഷിച്ച് ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില നേടി മികച്ച ഒരു ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിച്ചു. ഈസ്റ്റ് ബംഗാളിൻ്റെ 3-man ഫോറിൻ മിഡ്ഫീൽഡിനെ അപേക്ഷിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് തന്നെയാണ് ഇന്ന് മികച്ച് നിന്നത്. അതും എബിൻ ദാസിൻ്റെ നല്ല നീക്കങ്ങളും തുടക്കം മുതൽ തന്നെ എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ആകെ നേടിയ 2 ഗോളിൽ ഇന്നത്തെ ഈ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നേടിയ ഗോളിലും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എബിൻ ദാസ് 2 അസിസ്റ്റാണ് നേടി. അദ്ദേഹം ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി ഭാവിയിലേക്കുള്ള മികച്ച മിഡ്ഫീൽഡ് ജനറൽ തന്നെ ആകും എന്ന് അദ്ദേഹം ഈ മത്സരത്തിൽ തെളിയിച്ചു. പിന്നെ ഈ സീസണിലെ മികച്ച ഒരു സൈനിങ് തന്നെ എന്ന് നമുക്ക് തെളിയിക്കപ്പെട്ടതാണ് ഇന്നത്തെ മത്സരത്തിൽ ഫാലു. അദ്ദേഹം ഡിഫൻസിലും അറ്റാക്കിലും പ്രത്യേകിച്ചും അവസാന പകുതിയിൽ അറ്റാക്കിൽ നല്ല കോൺട്രിബ്യൂഷൻ നൽകി, നല്ല പ്രഷർ സിറ്റുവേഷൻ നൽകി തന്നെയാണ് അതിലൂടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന പകുതിയിൽ ഇഞ്ചുറി ടൈമിൽ ഗോൾ നേടാനും സാധിച്ചത്. കൂടാതെ റഫറിയുടെ ഭാഗത്തു നിന്നും മികച്ച അനുകൂല തീരുമാനങ്ങളാണ് ഈസ്റ്റ് ബംഗാളിന് അവർക്ക് കിട്ടിയത്. എന്നിരുന്നാലും അവർക്ക് അത് മുതലാക്കാൻ സാധിച്ചില്ല. കൺമുൻപിൽ വരുന്ന മികച്ച ടാക്കിൾ പോലും അദ്ദേഹം ഫൗൾ വിളിക്കുകയായിരുന്നു റഫറി ഹരീഷ് കുണ്ടു ഇന്ന് ചെയ്തത്. എന്തായാലും അതൊന്നും ഈസ്റ്റ് ബംഗാളിനെ സഹായിച്ചില്ല. അവരൊരു വിജയം അവസാന പകുതിയിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടില്ല എന്ന് ഉറപ്പിച്ച് ഒരു അസാൾട്ടായി കളിച്ചിരുന്ന മത്സരത്തിലാണ് അജ്സലിൻ്റെ മികച്ച ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടിയത്. എന്തായാലും ഈ മത്സരത്തിലൂടെ മികച്ച ഒരു തിരിച്ചുവരവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ചത്. ഇനിയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സമനിലയിലൂടെ നേടിയ ഈ ഒരു ഊർജ്ജസ്വലത തീർച്ചയായും അത് ഇനി തുടരും എന്ന് തന്നെ കരുതാം.